ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി 6 സിനിമകളുടെ കളക്ഷൻ വിവരങ്ങളാണ് ഈ വീഡിയോ വഴി പങ്കുവയ്ക്കുന്നത്. ഫെബ്രുവരി 27-ന് തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് തായ്ക്കിളവി. നവാഗതനായ ശിവകുമാർ മുരുകേശൻ തിരക്കഥൊഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാധിക ശരത് കുമാർ, സിംഗംപുലി, അരുൾദോസ്, മുനീഷ് കാന്ത്, ബാലശരവണൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ചിത്രത്തിന്റെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 14 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 44,95,00,000 രൂപയും കർണാടകയിൽ 3,88,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 52 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 78 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ കളക്ഷനായി 50,13,00,000 രൂപയാണ് ഈ സിനിമ ഇന്നലെ വരെ സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 14 ദിവസം കൊണ്ട് $1.7 മില്യൺ, അതായത് 9,88,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 14 ദിവസം കൊണ്ട് 60,01,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട് ഷെയറായി 20,56,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഷെയറായി നേടിയെടുത്തിരിക്കുന്നത് 26,04,00,000 രൂപയുമാണ്. 9 കോടി രൂപ മാത്രമാണ് ഈ സിനിമയുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. വിശാൽ ഭരദ്വാജ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13-ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഓ റോമിയോ. ഷാഹിദ് കപൂർ, ട്രിപ്റ്റി ട്രിമ്മി, നാനാ പട്ടേക്കർ, തമന്ന ഭാട്ടിയ, ദിഷ പട്ടാനി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 28 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തത് 36 ലക്ഷം രൂപയാണ്. അങ്ങനെ 28 ദിവസം കൊണ്ട് 93,33,00,000 രൂപയാണ് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $2.7 മില്യൺ, അതായത് 24,95,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 125 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ നിലവിൽ 118,28,00,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. മാർച്ച് 6 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് മൃത്യുഞ്ജയ്. ഹുസൈൻ ഷാക്കിരൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിഷ്ണു, റീബ മോണിക്ക ജോൺ, റാച്ച രവി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമയുടെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട 7 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 4,40,00,000 രൂപയും, കർണാടക കളക്ഷനായി 90 ലക്ഷം, തമിഴ്നാട് കളക്ഷനായി 11,65,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3,30,30,000 എന്നിങ്ങനെ 5,45,00,000 രൂപയാണ് ഒരാഴ്ച കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $1.46K കളക്ട് ചെയ്തിട്ടുണ്ട്, അതായത് 1,35,00,000 രൂപ. അങ്ങനെ ലോകമെമ്പാടുമായി 6,80,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 6,50,00,000 ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി 3,22,00,000 രൂപ ലഭിച്ചിട്ടുണ്ട്. കൃശാന്ത് തിരക്കഥൊഴി സംവിധാനം ചെയ്ത് ഫെബ്രുവരി 27-ന് തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് മസ്തിഷ്കമരണം. നിരഞ്ജൻ മണിയമ്പിള്ള രാജു, രജീഷ വിജയൻ, ദിവ്യപ്രഭ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 14 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2,56,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 15-ാം ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ ഈ സിനിമ 4 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 15 ദിവസം കൊണ്ട് കേരളത്തിൽ 2,60,00,000 റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3,45,00,000 റേഞ്ചിലുമാണ്. വിഷ്ണു സതീശൻ മംഗലത്ത് തിരക്കഥൊഴി സംവിധാനം ചെയ്ത് മാർച്ച് 6-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സംഭവം അധ്യായം 1. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ അസ്കർ അലി, വിനീത് കുമാർ, അസിൻ ജമ്മൽ, സെന്തിൽ കൃഷ്ണ, നീതു കൃഷ്ണ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം 7-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 27 ലക്ഷം രൂപയാണ്. അങ്ങനെ 2,65,00,000 രൂപയാണ് ആദ്യ 7 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 8-ാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 30 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2,95,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3,80,00,000 റേഞ്ചിലുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.